ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. വീഡിയോയിൽ ഒരു റിംഗ് ലൈറ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റർക്ക്, അതായത് ഒരു യൂട്യൂബർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സാധനമാണ് റിംഗ് ലൈറ്റ്. കാരണം നമ്മുടെ റൂമിലൊക്കെ നമുക്ക് എന്താ പറയുക, ഫോണൊന്ന് വെച്ചിങ്ങാണ്ട് നല്ല ഒരു ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിംഗ് ലൈറ്റ് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം എത്ര നേരം വെച്ച് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചങ്ങാണ്ട് വീഡിയോ എടുക്കുക. അപ്പൊ അതിന് ചിലർ ഫോൺ വെക്കാൻ വേണ്ടി മാത്രം ട്രൈപോഡ് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഞാനൊരു റിംഗ് ലൈറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. റിംഗ് ലൈറ്റ് ഒരു ബോക്സ്, അതിന്റെ കൂടെ അതിന്റെ ഒരു സ്റ്റാൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള റിംഗ് ലൈറ്റ്. ഇതിൽ ചെറിയ ചെറിയ അതിന്റെ കുഞ്ഞു കുഞ്ഞു പാർട്സുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സംഭവം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇത്. കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്, റിംഗ് ലൈറ്റ് എന്നുള്ളത്. അപ്പൊ ഞാനും കുറച്ചു കാലമായി ഇങ്ങനെ ആഗ്രഹിക്കണം ഇതൊന്ന് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പൊ ഇപ്പോഴാണ് ഒന്ന് വാങ്ങിക്കാൻ പറ്റിയത്. 1500 രൂപയാണ് ഇത് ഷോപ്പിൽ റേറ്റ് വരുന്നത്. ഞാൻ ഓൺലൈനിൽ നോക്കി, ഓൺലൈനിൽ 650 700 ഉണ്ട്. അപ്പൊ ഈ 700 രൂപന്റെ ഒന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോ അതിൽ റിംഗ് ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ, അതിന്റെ സ്റ്റാൻഡ് കൂടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല, ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചില്ല, നമ്മൾ റിംഗ് ലൈറ്റിന് മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ പിന്നീടും ഓൺലൈനിൽ നിന്ന് ഞാൻ പരിശ്രമിക്കാൻ നിന്നില്ല. അങ്ങനെയാണ് ഞാൻ സുഹൃത്ത് വഴി അവന് നമ്മുടെ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെന്നല്ല, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു മാർക്കറ്റാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പൊ നമ്മൾ കൂട്ടുകാരനുള്ളത്. അപ്പൊ അവന്റെ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിയത്. അപ്പൊ ഇതിലിപ്പോ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ റിംഗ് ലൈറ്റിന്റെ ഇവിടെ ഫോൺ വെക്കാനുള്ള അതിന്റെ ഒരു സ്റ്റാൻഡ് അതുണ്ട്, പിന്നെ അത് വെക്കാനുള്ള ഒരു ചെറിയൊരു ക്ലിപ്പും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റാൻഡും കൂടി ഒന്ന് നോക്കാം. ഇതാണ് സ്റ്റാൻഡ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ്. അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ, എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിലുള്ള ഇതിന്റെ രൂപം കാണാം. അങ്ങനെ നമ്മൾ റിംഗ് ലൈറ്റ് നമ്മൾ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്റ്റാൻഡ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഏകദേശം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഫോൺ വെക്കാനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നത്. എന്തായാലും നമുക്കിത് ഇവിടെ ഫ്ലോറിൽ വെച്ചിട്ട് നോക്കാം അല്ലെ എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മൾ റിംഗ് ലൈറ്റ് നമ്മളിവിടെ നിലത്ത് ഫ്ലോറിൽ വെച്ചിട്ടുണ്ട് നമ്മളെ വീട്ടില്. അപ്പൊ ഇതാണ് ഇതിന്റെ മാക്സിമം ഹൈറ്റ് വരുന്നത്. ഏകദേശം എൻ്റെ ഹൈറ്റ് തന്നെയാണ് ഉള്ളത്. ഇതാണ് നമുക്ക് മൊബൈൽ ഫോൺ വെക്കാനുള്ള ഹോൾഡറാണ് ഇവിടെ. പിന്നെ ഇതിന്റെ അഡ്ജസ്റ്റബിൾ, പിന്നെ അതുപോലെ തന്നെ ഇത് വരുന്ന ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെയും. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് റിംഗ് ലൈറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം അല്ലെ. അതിനുള്ള അതിന്റെ വയറ് USB കേബിളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫോണിന്റെ ചാർജിങ് അഡാപ്റ്റർ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ റിംഗ് ലൈറ്റ് നമ്മളതവിടെ ഫ്ലോറിൽ വെച്ചാണ്ട് നമ്മുടെ അഡാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലെ. അതിന് ഇവിടെ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ഓഫിന്റെ സ്വിച്ച് ഉണ്ട്. അതേപോലെ ഇതിന് 3 ലൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ വാമും വരുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം അല്ലെ. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ വരുന്നത്, ഓൺ ഓഫ്. അപ്പൊ നമ്മള് ഓൺ ചെയ്തപ്പോ കത്തിയത്. ഇതിൽ തന്നെ നമുക്ക് 3 ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഇതാണ്. ഇതിപ്പോ ഉള്ളത് നോക്കാം. ഇത് വൈറ്റ്, ഇത് സോഫ്റ്റ്, ഇത് വാം. ഇങ്ങനെ 3 ലൈറ്റ് ആണ് ഇതിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇത് ലൈറ്റ് കൂട്ടുന്നത് ഇവിടെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. നമുക്ക് ഏത് ലൈറ്റ് ആണോ ആവശ്യം ആ ലൈറ്റിൽ ഇതിങ്ങനെ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ ഇതാണ് ഇതിന്റെ മാക്സിമം വരുന്നത്. നമ്മൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടത്. നല്ല ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി ഒരുപാട് ബെറ്റർ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള നമ്മളെ വീഡിയോസിലൊക്കെ ചില വ്ളോഗ് പരിപാടികൾ, അതായത് എന്തെങ്കിലും പറയേണ്ട ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇനിയിപ്പോ നമ്മളെ കൂട്ടായിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് അതിന്റെ ബോക്സ് വരുന്നത്. ഇതിൽ കമ്പനിന്റെ പേരൊന്നും കൊടുത്തില്ല, ജസ്റ്റ് റിംഗ് ഫിൽ ലൈറ്റ്
12 ഇഞ്ച്. പിന്നെ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഇത് ഇവിടാണുള്ളത്, വൈറ്റ് ലൈറ്റ്, സോഫ്റ്റ് ലൈറ്റ്, വാം ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിന്റെ ഒരു ബ്രൈറ്റ്നസിന്റെ അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ കളർ ടെമ്പറേച്ചർ അങ്ങനത്തെ ഒക്കെ. നല്ല രസമുള്ള ഒരു ബോക്സ് ആണ് ഇത്, QX300. പക്ഷെ കമ്പനീന്റെ പേര് കൊടുത്തില്ല. എന്തായാലും നല്ല സംഭവം, നല്ല കിഡിലനാണ്. അപ്പൊ ഇപ്പൊ നമ്മളെ ഈ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടാ. ഇപ്പൊ ലൈറ്റ് ഒന്നുമില്ല, ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ജസ്റ്റ് റൂമിലത്തെ ലൈറ്റ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പൊ എന്തായാലും സംഭവം അടിപൊളി, ഒരു രക്ഷയില്ല. ഇതിന്റെ ലൈറ്റ് ഒന്ന് ചേഞ്ച് ആക്കി കിട്ടും ഇപ്പൊ. ഇത് വാം ലൈറ്റ്, വൈറ്റ്, സോഫ്റ്റ്, ഇത് വാം. എന്തായാലും അടിപൊളി കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ. നല്ല രസമുള്ള, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോ മറക്കണ്ട, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.